അതെന്താ വെച്ചാൽ പാതായിക്കര തമ്പുരിമാർ സ്ഥിരം അമ്പലത്തിലേക്ക് തൊഴാൻ പോകും. ആദ്യം ഏട്ടൻ തൊഴാൻ പോയി. ഏട്ടൻ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞു. അപ്പം ആ ഏട്ടൻ അമ്പലത്തിൽ നിന്ന് പുറത്ത് കിടക്കും മുമ്പ് ഒരാന ഏട്ടൻ്റെ മുമ്പിൽ, അമ്പലത്തിൽ ആന എങ്ങനെ പോവുക, ആനയുടെ പിന്നിൽ ഏട്ടൻ. അപ്പോഴാണ് അനിയൻ എന്ത് ചെയ്യണേ, അമ്പലത്തിലേക്ക് തൊഴാൻ പുറപ്പെടുന്നത്. അപ്പോൾ അനിയൻ ആനയുടെ മുമ്പിലും ഏട്ടൻ ആനയുടെ പിന്നിലും. അമ്പലത്തേക്കുള്ള വഴി വളരെ വീതി കുറഞ്ഞതാണ്, ഇത്തിരി വീതി കുറഞ്ഞ വഴിയാണ്. രണ്ടാളും മുമ്പിൽ അനിയനുണ്ട്, അപ്പുറത്തെ ഏട്ടനുണ്ട്. പിന്നിലുള്ള ഏട്ടനെ അനിയന് കാണാൻ പറ്റില്ല, കാരണം അവിടെ ആനയാ. മുമ്പിലുള്ള അനിയനെ ഏട്ടന് കാണാൻ പറ്റില്ല, നടുക്ക് ആനയാ. അപ്പോൾ ആനക്കാരനോട് അനിയൻ പറഞ്ഞു, ആന പിന്നാക്കം നടത്തിക്കൊണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടടി പിന്നാക്കം നടത്തി. അപ്പോൾ മുമ്പിലുള്ള അനിയൻ പറഞ്ഞു, ആനയെ മുമ്പാക്കം നടത്തിക്കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ആനയെ മുമ്പാക്കം അങ്ങോട്ട് തല്ലി. പിന്നിലിരുന്നിട്ട് ഏട്ടൻ ആനയെ അങ്ങോട്ട് തല്ലി. അപ്പോൾ അനിയൻ മുമ്പിൽ നിന്ന് ആന ഇങ്ങോട്ട് തല്ലി. പിന്നെ അപ്പം ആന ആകപ്പാടം ഞെരിഞ്ഞു. ഞെരിഞ്ഞപ്പോൾ പിന്നീന്ന് ഏട്ടൻ വിളിച്ചു ചോദിച്ചു, അപ്പുറത്താരാ, അനിയനാ? അതെ, എന്നാ പിടിച്ചോളോ എന്ന് പറഞ്ഞ് അനിയൻ ആനയുടെ മുമ്പിൽ 2 കാല് പിടിച്ചു. ചേട്ടൻ ആനയുടെ പിന്നിലെ രണ്ട് പിടിച്ചു. പിടിച്ചോളോ ആന അങ്ങോട്ട് പോക്കി അപ്പുറത്തെ വീട്ടിലെ വളപ്പിലേക്ക് വെച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോയി. ഇതാണ് 12 കാലിടങ്ങഴി അരിയുടെ ചോറ് ഒരു നേരം ഊണ് കഴിക്കുന്ന പാതായിക്കര തമ്പുരിമാർ ചെയ്ത വീരകൃത്യം.